നമസ്കാരം, ഞാൻ ആസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ നമ്മുടെ താരം PV അൻവറാണ്. അൻവറിനെ എതിർത്തവരും വെറുത്തവരുമൊക്കെ ഇപ്പോൾ അൻവറിന് ചെവി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പത്രക്കാരുടെയും പാർട്ടിക്കാരുടെയും ഫോൺ അറ്റൻഡ് ചെയ്ത് അൻവറിൻ്റെ ചെവി അടഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെയും മരുമകൻ്റെയും ഏകാധിപത്യ ഭരണത്തിൽ പൊറുതുമുട്ടി രാജാവ് നഗ്നനാണെന്ന് പറയാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന പാർട്ടി സഖാക്കൾക്ക് പുതിയ പ്രതീക്ഷയാണ് അൻവർ. വർഷങ്ങളായി കണ്ണൂരിലെയും ആലപ്പുഴയിലെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആത്മാർത്ഥരായ പാർട്ടി സഖാക്കൾ പറയാൻ ഉദ്ദേശിച്ചതും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പറയാതെ മടിച്ചതുമായ കാര്യങ്ങളാണ് അൻവർ തുറന്നു പറഞ്ഞത്. പുതുമഴയത്ത് തവള ഇറങ്ങുന്നത് പോലെ കുറച്ചു കാലമായി പിണറായിയുടെ തഴയലിൽ മാളത്തിൽ കയറി ഒളിച്ചിരുന്ന ജലീലിനും കാരാട്ട് റസാക്കിനും പീട്ട് റഹീമിനുമൊക്കെ അൻവറിൻ്റെ പ്രസ്താവന പൊതുജീവൻ നൽകി. ജലീൽ ഒരു പടി കൂടെ മുന്നോട്ട് പോയി, PSMO കോളേജിലെ പ്രിൻസിപ്പൾ ആകേണ്ട ആളാണ് ഞാൻ അന്ന് സ്പീക്കറുടെ കസേര മറിച്ചിട്ടത് വലിയ തെറ്റായിപ്പോയി, മനുഷ്യരല്ലേ, തെറ്റുപറ്റിപ്പോയി എന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ഒരു ചുമന്ന കുടയും പിടിച്ച് തെരുവിലെ പച്ചമരുന്ന് കച്ചവടക്കാരെ ഓർമ്മപ്പെടുത്തുന്ന വിധം രണ്ട് സൈഡിലും എന്തൊക്കെയോ എഴുതിയ പോസ്റ്റർ ഒട്ടിച്ച് പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ മരക്കുറ്റി എണ്ണാൻ അനുവാദത്തിന് കാത്തിരിക്കുന്ന അൻവർ ഒരു സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതമാണെന്ന് ആരും അറിഞ്ഞില്ല. മലപ്പുറം ജില്ല കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് മാഫിയുടെയും ക്രിമിനലുടെയും ഒക്കെ താവളമാണെന്ന് വരുത്തി തീർക്കാൻ മലപ്പുറം SP സജീവ് ദാസ് ബോധപൂർവം ശ്രമം നടത്തുന്നു എന്ന് മുസ്ലിം ലീഗും മറ്റും പരാതിപ്പെട്ടപ്പോൾ മലബാർ ഭാഗത്തൊരു പൂച്ച പ്രസവിച്ചാൽ പോലും അതിൻ്റെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സാന്നിധ്യം കാണുകയും മലപ്പുറം തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണെന്ന് പറഞ്ഞ് റിക്ടർ സ്കെയിൽ വെച്ച് അളക്കുന്ന സഖാക്കൾക്ക് ഏറെ ആവേശം നൽകുന്ന പ്രവർത്തനമായിരുന്നു SP സുജിത് ദാസിൻ്റേത്. ആ സുജിത് ദാസിൻ്റെ കരണക്കുറ്റിക്കാണ് PV അൻവർ ഇപ്പോൾ അടിച്ചത്. എടവണ്ണയിലെ ഒരു പാവം പയ്യനെ വെടിവെച്ച് കൊന്നതും, കരിപ്പൂരിൽ സ്വർണം കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും, തിരൂരിലെ യുവാവിൻ്റെ കൊലപാതകവും, മാമിയുടെ തിരോധാനവും, ഏറ്റവും അവസാനം പൊന്നാനിയിലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തതുമൊക്കെ അൻവർ തെളിവ് സഹിതം നിരത്തുമ്പോൾ ഈ ഹമുക്ക് IPSകാരനെ അൻവർ ഭൂലോക ഫ്രോഡ് എന്ന് വിളിച്ചത് അല്പം കുറഞ്ഞു പോയില്ലേ എന്ന് തോന്നിപ്പോകും. ഇനി അതിന് മുകളിലുള്ള ഒരു മഹാപുള്ളി പോലീസിനെ അടക്കി ഭരിച്ച ADGP MR അജിത് കുമാർ സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമുള്ള പങ്ക് വെളിപ്പെടുത്തുമെന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ ആ രേഖകൾ കൈവശമുണ്ട് എന്ന് കരുതുന്ന സ്വപ്നയുടെ സുഹൃത്ത് ശരത്തിനെ തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോണും രേഖകളും തട്ടിപ്പറിച്ച് പണ്ട് ക്രൈം ഓഫീസിന് തീയിട്ട് രേഖകൾ നശിപ്പിച്ചതുപോലെ മാനം കാത്തതിന് പ്രത്യുപകാരമായി ലഭിച്ച പരമോന്നത സ്ഥാനത്ത് സർവ്വ അധികാരങ്ങളുമായി വാണ ADGP അജിത് കുമാർ കേരളത്തിൽ പാർലമെൻറ്റിലേക്ക് താമര വിരിയാൻ സഹായിച്ചു എന്ന് അൻവർ പറയുന്നത്, താമരത്തണ്ടുമായി കേരളത്തിലെത്തിയ RSS നേതാവിനെ കണ്ട് അനുഗ്രഹം വാങ്ങി രഹസ്യ ചർച്ച നടത്തിയത് അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യനെ അറിയിച്ചിരുന്നു അത്രേ. BJPയുടെ DGPയാണ് ADGP എന്നാണ് അൻവർ പറയുന്നത്. മടിയിൽ താങ്ങാവുന്നതിലേറെ കനവും ആരാൻ്റെ അമ്മിൻ്റെ ചുവട്ടിൽ കുടുങ്ങിയ വാലുമുള്ള പിണറായിയുടെ ഇഷ്ടക്കാരനായി BJPയുടെ സ്വന്തക്കാരനായി വേറെയും ഒരുപാട് ആളുകളുണ്ട്. കരുണാകരൻ കേരള മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് പാലക്കാട് നബിദിന റാലിക്കെതിരെ വെടിവെച്ച് സിറാജുന്നിസ എന്ന ഒരു കൊച്ചു ബാലിക മരിച്ചത് നമുക്കറിയാം. എനിക്ക് ആകാശത്തേക്ക് വെച്ച വെടിയുടെ എണ്ണമല്ല, മരിച്ച മാപ്പിളമാരുടെ എണ്ണമാണ് വേണ്ടതെന്ന് വയർലെസ്സിലൂടെ അട്ടഹസിച്ചുവെന്ന് ഇടതുപക്ഷം ആ കാലത്ത് പ്രസംഗിച്ച് നടന്നിരുന്ന രമൺ ശ്രീവാസ്തവ ഇന്ന് അടുത്തോൺ പറ്റിയിട്ടും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് പിണറായി പോലീസ് ഉപദേശകനായി കുടിയിരുത്തി. VD സതീശനും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ജനങ്ങളോട് പറയാതെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു അൻവർ തന്നെ വേണ്ടി വന്നു. നായനാർ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലത്ത് നായനാർക്ക് കൂച്ചുവിലങ്ങിടാൻ പിണറായി കെട്ടിയ ചരടായിരുന്നു P ശശി. അന്ന് ഗാന്ധിയോടുള്ള അമിതമായ സ്നേഹം കാരണം ഗാന്ധി തലയുള്ള പച്ച നോട്ട് കണ്ടാൽ പ്രതിപക്ഷ വലതുപക്ഷ വ്യത്യാസം നോക്കാതെ സാധിച്ചു കൊടുക്കുന്ന വിനീതനായിരുന്നു അത്ര P ശശി. എനിക്ക് ഉപ്പയെ പോലെയാണ്, വലിയുപ്പയെ പോലെയാണ്, തറവാടിയാണ്, തൻ്റേടിയാണ്, താൻ തോന്നിയാണ് എന്നൊക്കെ പറഞ്ഞ് പിണറായിയെ അൻവർ പാടി പോയിട്ടുന്നുണ്ടെങ്കിലും
ഇപ്പോൾ പുറത്തുവിട്ട രഹസ്യങ്ങൾ കേട്ടാൽ കടുകെട്ടി സഖാക്കൾ പോലും പറയാൻ തുടങ്ങി, നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി? സ്വന്തം മകളുടെയും കുടുംബത്തിൻ്റെയും കാര്യം നോക്കാൻ നമ്മൾ പാർട്ടിയെ ബലി നൽകേണ്ടതുണ്ടോ? ചിന്തയാണ് അൻവറിൻ്റെ പ്രസക്തി. ഇന്ന് CPM-ൽ വിപ്ലവ വീര്യം തുളുമ്പുന്ന യുവാക്കളുടെയും അവഗണിക്കപ്പെട്ട പഴയകാല പാർട്ടി നേതാക്കളുടെയും പ്രതീക്ഷയാണ് അൻവർ. എന്തൊക്കെ കോലാഹലമുണ്ടാക്കിയാലും P ശശിയെ തൽസ്ഥാനത്തുനിന്ന് മാറ്റാനോ ADGPക്ക് സ്ഥാനചലനം വരുത്താനോ പിണറായി തയ്യാറാകില്ല എന്ന് അൻവറിന് നന്നായി അറിയാം. അൻവർ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടും ഹെഡ്മാസ്റ്ററെക്കുറിച്ച് അന്വേഷിക്കാൻ പ്യൂണിനെ ഏൽപ്പിച്ച് പിണറായിക്ക് ഈ ഹെഡ്മാസ്റ്റർ അന്വേഷണ കാലത്തെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞോ? കാരണം പിണറായി വിജയൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കള്ളക്കളികൾക്കും കൂട്ടുനിൽക്കുന്ന, കള്ളന് കഞ്ഞിവെക്കുന്ന, കള്ളൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഇവരെ പുറത്താക്കിയാൽ, അവരുടെ നാക്കൊന്ന് ചരിച്ചാൽ ഇരട്ടച്ചണ്ടൻ ഭസ്മമായി പോവും. പിണറായിയും കൊണ്ടല്ലാതെ ശശിയും ADGPയും പോകില്ലെന്ന് ഗോവിന്ദൻ മാസ്റ്റർക്കും നന്നായി അറിയാം. പാലക്കാട് നിന്നും തീവണ്ടിയിൽ അപ്പം കൊല്ലത്ത് കൊണ്ടുപോയി വിൽക്കുന്ന അത്ര എളുപ്പമല്ല പിണറായിയെ ഒതുക്കാനെന്ന് മാസ്റ്റർക്ക് ഇപ്പോൾ ബോധ്യമായി കാണും. പിണറായിയെ ഇത്രയധികം നാറ്റിച്ച അൻവറിനുള്ള കടുത്ത ശിക്ഷ പിണറായി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി CPM-ൽ അൻവറിന് ഒരു ഭാവിയില്ല. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒറ്റയടിക്ക് അൻവറിനെ കൊള്ളാനും കഴിയില്ല. അതേസമയം അൻവറിൻ്റെ മുന്നിൽ വലിയൊരു സാധ്യത തുറന്നു കിടപ്പുണ്ട്. പാർട്ടിക്ക് ഭരണം ലഭിച്ചതുകൊണ്ട് നാണക്കേടും മാനക്കേടും മാത്രം ലഭിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലെത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പുതുജീവൻ നൽകാൻ അൻവറിന് കഴിയും. കേരളത്തിലെ ഇടതും വലതുമുള്ള, പ്രത്യേകിച്ചും CPM-ലെയും CPI-യിലുമുള്ള യുവാക്കൾ ഒലിച്ചു പോകുന്നത് നായാടംപൊയിലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കക്കാടംപൊയിൽ തടഞ്ഞ് തടയണ കെട്ടിയ അൻവറിന് ഈസിയായി തടയണ കെട്ടി തിരിച്ചു വിടാൻ കഴിയും. ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അൻവർ നേതൃത്വം നൽകിയാൽ CPM-ൻ്റെ കയത്തിൽ മുങ്ങിത്തായുന്നവർക്ക് ലഭിക്കുന്ന ഒരു പുൽക്കൊടിയായിരിക്കും അത്. ഞാൻ ഇത് വെറുതെ പറഞ്ഞതല്ല. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും BJPയുടെ ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം കണ്ടും കേട്ടും അനുഭവിച്ചും അടുത്ത ഒരു വിഭാഗത്തിന് താൽക്കാലിക ആശ്വാസമായെങ്കിലും അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉപകരിക്കും. ADGPയുടെ BJP ബന്ധവും മറ്റും ചർച്ചയായപ്പോൾ ആരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ പിണറായിയുടെ മകളുടെയും കരുവണ്ണൂരിലെയും ഒക്കെ അന്വേഷണവും പുകയിലും ഇപ്പോൾ എന്തായെന്ന്. അവർ ഉദ്ദേശിച്ച കാര്യം, അതായത് BJP നേതൃത്വം ഉദ്ദേശിച്ച കാര്യം പിണറായി ഭംഗിയായി നടത്തിക്കൊടുത്തു. താമരത്തലികയിൽ സുരേഷ് ഗോപിയെ മോദി ഭഗവാന് കാഴ്ചവെച്ച കാരണഭൂതരെ അധികം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി അവർ സ്ഥലം കാലിയാക്കി കാണുമെന്ന് തീർത്തു പറയാറായിട്ടില്ല. ഗതികെട്ടെങ്ങാനും പിണറായി ADGPയെ തൊടാൻ ശ്രമിച്ചാൽ സമ്മർദ്ദ ശക്തിയായി വീണ്ടും SFI, Oയും EDയും ഒക്കെ പൊടി തട്ടി പുറത്തു വരും.